ഇനി തിരിച്ചെടുക്കാൻ സാധനമില്ല. പിണറായി വിജയൻ ഒരു തിരിച്ചുവരവില്ല. നരേന്ദ്രമോദിക്കും പിണറായി വിജയനും നല്ല ഓറയുള്ള ആളുകളാണ്. അവരുടെയൊക്കെ വിജയത്തിന്റെ പിന്നിൽ ഈ ഓറയാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ പിണറായി വിജയൻ ആകെ തകർന്നടിഞ്ഞ അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ഞാൻ ഇപ്പോഴും പറയണേ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഓറയായിട്ട് വന്ന ആള് പിണറായി വിജയൻ തന്നെ. അതിപ്പം തന്നെ ആന ഇപ്പൊ മറ്റേ മെലിഞ്ഞു എന്നും പറഞ്ഞ് ആരും പിടിച്ച് തൊഴുത്തി കെട്ടൂല. ആന തന്നെ. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പുറത്ത് ചോദിക്കേണ്ടി വരും. ഇപ്പൊ കോൺഗ്രസിൽ അദ്ദേഹം ജനിച്ചു വന്നപ്പോൾ കുറേ യോഗങ്ങൾ. ഒന്ന് അഖണ്ഡ സാമ്രാജ്യ യോഗം, ഒരു യോഗമാണ് അദ്ദേഹത്തിനുള്ള. അഖണ്ഡ സാമ്രാജ്യ യോഗമുണ്ട്, രുചക മഹായോഗമുണ്ട്. എന്നുവെച്ചാൽ അഖണ്ഡ സാമ്രാജ്യ യോഗം ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടായിരുന്നെന്നാണ്. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. അബാക് മീഡിയയിൽ അതിഥി ജയനാരായൺ ജി ആണ്. പരിചയപ്പെടുത്തലുകളുടെ ഒരു ആവശ്യവുമില്ല. ജയനാരായൺ ജി സാർ, നമസ്തേ. നമസ്കാരം. സാറേ, നമ്മളെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഈ നരേന്ദ്രമോദിക്കും പിണറായി വിജയനും നല്ല ഓറയുള്ള ആളുകളാണ്. അവരുടെയൊക്കെ വിജയത്തിന്റെ പിന്നിൽ ഈ ഓറയാണ് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ പിണറായി വിജയൻ ആകെ തകർന്നടിഞ്ഞ അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ഇത് ഈ ഓറ എന്ന് പറയുന്നത് നമ്മളെ കർമ്മഫലമാണ്. ഓറയുന്ന ആളുകളെല്ലാം നിസ്സാരമായി പറഞ്ഞു പോകുമെങ്കിലും ഓരോരുത്തർക്ക് അവരുടെ കർമ്മഫലമുണ്ട്. അപ്പോൾ നമ്മൾ ജനിക്കുന്ന എന്തിനാണ്? നമ്മളെ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി തന്നല്ലോ. അപ്പോൾ ഈ കർമ്മഫലം എന്തെന്നറിഞ്ഞ് ആ കർമ്മഫലത്തെ കുറയ്ക്കാനും കൂട്ടാനും നമ്മളെ കൊണ്ടുപറ്റും. ഞാൻ ഇന്ന് വരെ എൻ്റെ എക്സ്പീരിയൻസിൽ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു 5 ലക്ഷം പേരെ കൺസൾട്ട് ചെയ്ത എക്സ്പീരിയൻസിൽ ഈ കർമ്മഫലത്തെ നമുക്ക് 50% മാറ്റാൻ പറ്റും. 50% മാറ്റാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ദൈവം തന്ന കർമ്മഫലം നമ്മൾ അനുഭവിക്കാതെ തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഈ കർമ്മഫലത്തിനനുസരിച്ചിട്ടാണ് ഒരാളിന് ജന്മം കിട്ടുന്നത്. ഇതുവഴി ഈ കർമ്മഫലത്തിൻ്റെ കൂടെ ആ കർമ്മഫലമാണ് ഓറ എന്ന് പറയുന്നത്. ഇത് ചിലർക്ക് നെഗറ്റീവ് ഫലം കൂടുതലായിട്ട് വരും, ചിലർ പോസിറ്റീവ് ഫലം കൂടുതലായിട്ട് വരും. അപ്പോൾ ഈ പോസിറ്റീവ് ഫലം എന്ന് വെച്ചാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ നല്ല സമ്പത്തുള്ള കുടുംബത്തിൽ ജനിച്ചു. അപ്പോൾ നമ്മൾ സമ്പന്നനാണ്. അപ്പോൾ ഈ സമ്പത്തുള്ള കുടുംബത്തിൽ ജനിച്ച ഒരാളിന് സമ്പത്തുണ്ട്. പക്ഷേ ഇവൻ ഒരു ജോലിയും ചെയ്യാതെ ഇരുന്ന് ഈ സമ്പത്തിനെ മൊത്തം ദുർവിനിയോഗം ചെയ്താൽ എന്ത് ചെയ്യും? ഇവൻ അവസാനം പിച്ചക്കാരനായി മാറും, ഇവൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്തവനായി മാറും തന്നല്ലോ. അല്ല, നമ്മളതിൽ കുറച്ച് സമ്പത്ത് എൻ്റെ പാരൻസ് തന്നേണ്ട്, ഞാൻ അതിനെ ഡെവലപ്പ് ചെയ്ത് ഭയങ്കരമായി അധ്വാനിച്ച് ഇതിനെ വലിയ മാറ്റി ബിൽഡ് ചെയ്തെടുക്കാൻ എന്നെ കൊണ്ട് പറ്റും. അപ്പോൾ എനിക്ക് കുറച്ച് ഉണ്ടായിരുന്നു, അതിനെ ഞാൻ ഡെവലപ്പ് ചെയ്തെടുക്കും. ഈ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിലാണ് അവരാണ് ഓറയായിട്ട് വന്നാലേ പറ്റുള്ളൂ. നമ്മളീ സാധനം എന്തെങ്കിലും വേണം, ഒന്നുമില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കൊണ്ടുവന്ന 2 പേരാണ് ഞാൻ. 2 സുപ്രധാന, ഒരുപാട് ആളുകൾ ഉണ്ട്, നമ്മൾ ആ വ്യക്തികളെ എടുത്തിട്ടില്ല. അപ്പോൾ ഈ 2 പേരെ നോക്കിയപ്പോഴാണ് ഞാൻ ഒരു ദിവസം ചാനലിൽ തന്നെ പറഞ്ഞു, പിണറായി വിജയനെയും അതുപോലെ നരേന്ദ്രമോദിയും. അതിൽ പിണറായി വിജയൻ ആണ് ഞാൻ ഇപ്പോഴും പറയണേ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഓറയായിട്ട് വന്ന ആൾ. അദ്ദേഹം വളരെ മിടുക്കനായതുകൊണ്ട് അദ്ദേഹം ഇതിനെ ഒന്നും ഡെവലപ്പ് ചെയ്തില്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു സമ്പത്തുമായിട്ട് വന്നവൻ എല്ലാം തൂർത്തടിച്ച് ഇല്ലാതെയാക്കി. ആ ഇല്ലാതാക്കിയതിൻ്റെ എഫക്റ്റാണ് ഇതിപ്പോൾ അനുഭവിച്ചത്. അദ്ദേഹം 80 വയസ്സ് വരെ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തു. സാർ, 80 വയസ്സ് വരെ കഴിക്കാനുള്ള, അല്ലെങ്കിൽ 80 വയസ്സ് വരെ സുഖിച്ച് ജീവിക്കാനുള്ള അവിടുന്ന് കൊണ്ടുവന്ന സാധനം. അതിനുശേഷം അദ്ദേഹത്തിന് സാധനം തീർന്നുപോയി, സ്റ്റോക്കില്ല. അപ്പോൾ സ്റ്റോക്ക് ഇല്ലാതെ വരുമ്പോൾ ആ സ്റ്റോക്ക് പോകുമ്പം പിന്നെ നമ്മൾ ഡൗൺ ആവും. യാതൊരു വ്യക്തിയും ആ ഡൗൺ ആയി. ഇനി ആ സാധനം എടുക്കാനായിട്ട് തിരിച്ചെടുക്കാൻ സാധനം ഇല്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇനി തിരിച്ചെടുക്കാൻ സാധനം ഇല്ല. പിണറായി വിജയൻ ഒരു തിരിച്ചുവരവില്ല. ഇല്ല, അതിന് പറ്റില്ല. കാരണം ഇത് എന്ത് സാധനം, ഇത് സത്യമാണ്. ഞാൻ ആര് എന്ത് ഇല്ലെന്ന് പറഞ്ഞാലും വിമർശിച്ചാലും തെറി വിളിച്ചാലും, ഇപ്പം പിണറായി വിജയനെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ഏറ്റവും കൂടുതൽ ഓറയായിട്ട് വന്നു എന്ന് പറഞ്ഞു എന്നെ വ്യക്തിപരമായിട്ട് വിളിച്ച് തെറി വിളിച്ചവരുണ്ട്, ഈ ചാനലിലൂടെ തെറി വിളിച്ചവരുണ്ട്, പരിചയപ്പെട്ട് വിളിച്ചവരുണ്ട്, അമേരിക്കയിൽ നിന്ന് വരെ വിളിച്ച് തെറി വിളിച്ചു. നിങ്ങൾ എന്ത് മണ്ടത്തരം പറഞ്ഞു ജയനാരായൺ ജി. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ പിണറായി വിജയൻ വാഴ്ത്തപ്പെട്ടവനാണ്, ഭയങ്കര ദൈവാധീനമുള്ളവനാണ്, അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അദ്ദേഹം
ഒരാൾ ജനിച്ച് വരുമ്പോൾ അവരിലേക്ക് നിക്ഷിപ്തമായിരിക്കുന്ന അവരെ കർമ്മഫലം ഇതിപ്പോഴൊന്നും ചെയ്തതല്ല, മുൻ ജന്മങ്ങളായി ചെയ്ത് വരണ പുണ്യം കൊണ്ടാണ് വരണേ. ചിലരെ കണ്ടിട്ടില്ലേ, ജനിച്ച അന്ന് തൊട്ട് മരിക്കുന്നവരെ അവന് കഷ്ടപ്പാടില്ല. അവൻ ജനിച്ച അന്ന് തൊട്ട് മരിക്കുന്നവരെ കഷ്ടപ്പാടില്ല. ചിലർ ജനിച്ച അന്ന് തൊട്ട് മരിക്കുന്നവരെ ദുരിതമേ ഉള്ളൂ. പക്ഷെ അവരൊരു ഉറുമ്പിനെ പോലും നോവിക്കുന്നവരല്ല. നല്ല സാത്വികരായി ജീവിക്കുകയാണ്, ഭയങ്കര ദൈവഭക്തരാണ്. ഒരാളിൻ്റെ കൂടി പോലും അവർ മോശമായി സംസാരിക്കുക പോലും ഇല്ല. പക്ഷെ അവർക്ക് എന്നും ദുരിതം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുറച്ച് ഇത് ചെയ്തു അല്ലെങ്കിൽ അത് അവർ കൊണ്ടുവന്ന നെഗറ്റീവ്സ്, അവർ പോസിറ്റീവ് ഇല്ല, അവരെ ഓറ ഇരുട്ടാണ്. ആ ഇരുട്ടെന്ന് പറഞ്ഞാൽ നെഗറ്റീവ്, മറ്റത് പ്രകാശമാണ്. ആ പ്രകാശത്തോടെ വന്ന ആളാണ് പിണറായി വിജയൻ. പക്ഷെ അതെന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങ് നല്ല ഓറയുള്ള മനുഷ്യനാണ്, അങ്ങ് ഇതിനെ ഡെവലപ്പ് ചെയ്യണം, ഇത് ഡെവലപ്പ് ചെയ്ത അദ്ദേഹം പരസ്യമായിട്ട് അമ്പലത്തിൽ പോവുകയും മറ്റേ പൂണൂലി ഒന്നും വേണ്ട. അദ്ദേഹം ഒരു ദിവസം കുറച്ച് നേരമെങ്കിലും അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് ഒരു 15 മിനിറ്റ് നേരമെങ്കിലും മെഡിറ്റേഷനോ മറ്റെന്തെങ്കിലും ചെയ്ത് ഇതിനെ ഡെവലപ്പ് ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ, അത് അദ്ദേഹം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് ഇത് ഒന്നും വരത്തിലാണ്. 80 വയസ്സ് വരെ അദ്ദേഹം പിടിച്ചു നിന്നു. ഇവിടെ നമുക്ക് തന്നെ നോക്കാം, പ്രപഞ്ചം വരെ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് പൈസയൊന്നും ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു പ്രകൃതിക്ഷോഭം, ഒരു പ്രളയം എന്തെങ്കിലും വന്നിട്ട് അപ്പോൾ അവിടുത്തെ ആ പ്രളയത്തിൻ്റെ ബാക്കിൽ നിന്ന് എല്ലാവരും പോവും, ഇദ്ദേഹം സേഫായി. വിവാദങ്ങളെല്ലാം അങ്ങനെ എല്ലാ വിവാദങ്ങളും പോവും, ദുരിതാശ്വാസ നിധിയിലേക്ക് ഇഷ്ടം പോലെ പൈസയും വരും. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത്രയ്ക്ക് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു പ്രകൃതി വരെ. അല്ല, മാത്രമല്ല ഈ കോവിഡ് എന്ന് പറയുന്ന പാൻഡമിക് സിറ്റുവേഷൻ ആണ് പുള്ളിക്ക് 100% തുടർ ഭരണം വരെ അദ്ദേഹത്തിന് ഉണ്ടായി കൊടുത്തു. ഇനി എന്തോ വരട്ടെ, ഒരു തുടർ ഭരണം, ഒരു തുടർ ഭരണം സാധാരണയൊക്കെ വരാറുണ്ട് പല സ്ഥലങ്ങളിലും. എങ്കിലും തുടർ ഭരണം വന്നു. ആ 10 വർഷവും അദ്ദേഹത്തിൻ്റെ ശൈലി തന്നെ, അദ്ദേഹത്തിൻ്റെ രാജകീയമായി തന്നെ അതേയിരുന്നു. പാർട്ടിക്കകത്തൊക്കെ പലരും ചൊറിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ആ ഇരുന്ന അത്രയും കാലവും അദ്ദേഹത്തിന് വലിയ പരാജയം ഉണ്ടായിട്ടും അദ്ദേഹത്തെ ആർക്കും ചൊറിയാൻ പറ്റുന്നില്ല. ഇല്ല, കാരണം അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിയിലുണ്ടായിരുന്ന നിക്ഷിപ്തമായ പോസിറ്റീവ് എനർജി ശരിക്കും പറഞ്ഞാൽ ഏകദേശം തീർന്നു. അപ്പോൾ ഇനിയൊരു ഭരണ സമ്പ്രദായം കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള എനർജി ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പിണറായി വിജയൻ തന്നെ. അതിപ്പം തന്നെ ആന ഇപ്പോൾ മറ്റേ മെലിഞ്ഞു എന്നും പറഞ്ഞ് ആരും പിടിച്ച് തൊഴുത്തി കെട്ടൂല. ആന തന്നെ. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പുറത്ത് ചോദിക്കേണ്ടി വരും. ഇപ്പോൾ കോൺഗ്രസിൽ 3 നേതാക്കന്മാരാണ് പട നയിച്ചത് എന്ന് പറയുന്ന വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ, ഇവരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ? അല്ല, അത് ഞാൻ സാധാരണ നോക്കാറുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ പറയണത് കുറച്ച് വിവാദമാവാം. പിന്നെ കോൺഗ്രസ്സുകാർ ഈ 3 പേരുമായിട്ടും നമുക്ക് ബന്ധമുണ്ട്. എങ്കിൽ പോലും ഒരു ചോദ്യത്തിന് സത്യമായിട്ട് നമുക്ക് അറിവിൻ്റെ രീതി വെച്ച് മറുപടി പറയുകയാണെങ്കിൽ ഈ 3 പേരിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി ഉള്ളത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. ജന്മനാ ലഭിച്ചത്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് അവര് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ല. നമ്മൾ ജനിക്കുമ്പം ജന്മഹിതമായിട്ട് നമ്മളിൽ കിട്ടുന്ന ചില സാധനങ്ങളുണ്ട്. ഇതിനെ ഡെവലപ്പ് ചെയ്യുന്നവരുണ്ട്, ഡെവലപ്പ് ചെയ്യാത്തവരുണ്ട്. അദ്ദേഹം അത് എത്ര കണ്ട് ഡെവലപ്പ് ചെയ്യുന്നു എന്നൊക്കെ പാർട്ടിക്കകത്തുള്ളവർക്ക് അറിയാവൂ, എനിക്കറിയാം. ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി വന്ന ആള് ഈ 3 പേരിൽ രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് സാധ്യത വരാൻ പോകുന്നത് അത് മുഖ്യമന്ത്രി സ്ഥാനം, അതൊക്കെ പാർട്ടിയുടെ കാര്യം. മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയത് കൊണ്ട് മാത്രം അവര് പോസിറ്റീവ് എനർജി ഭയങ്കരമായിട്ട് കൂടി എന്ന് കാണണ്ട. നമുക്ക് പോസിറ്റീവ് എനർജി ഉള്ളവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം കൊടുക്കും. ആര്? നമ്മളിൽ നിൽക്കുന്ന എനർജി. ഈ അവസരങ്ങളെ വിനിയോഗിച്ച് അത് നല്ല രീതിയിൽ വിനിയോഗിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് ആ പോസിറ്റീവ് എനർജി നെഗറ്റീവ് ആവില്ല. അപ്പം നമ്മൾ പലതും ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ നമ്മൾ മൊബൈൽ ചാർജ് ചെയ്ത് വെച്ചു, ഫുൾ ചാർജാണ്. ഓവർ യൂസ് ചെയ്താൽ എന്ത് ചെയ്യും, ചാർജ് പെട്ടെന്ന് നഷ്ടപ്പെടും. ഇല്ല, ചാർജ് ചെയ്ത് വെച്ചിട്ട് 1-2 കാലം എടുത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചാർജ് ചെയ്ത് വെച്ചിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു, ഈ ചാർജ് ഒന്നും പോവില്ല. അപ്പോൾ ഈ ചാർജ് ഉള്ളതിനെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നനുസരിച്ചിട്ടാണ് നമ്മളെ ചാർജ് നഷ്ടപ്പെടുന്നത്. എല്ലാവർക്കും പോസിറ്റീവ് എനർജി ഉണ്ട്. ഈ വരണ എല്ലാവർക്കും, ഞാൻ അവരെന്ന് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഉണ്ട് എനർജി. ഈ എനർജി ഡെവലപ്പ് ചെയ്യുന്നവർ നന്നാവും. ഡൗൺ ആയിരിക്കുന്നവർ എനർജി ഡെവലപ്പ് ചെയ്യാതെ, ചിലർക്ക് എനർജി വളരെ കുറവായിരിക്കും. അവരാണ് ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തേ ജീവിതത്തിൽ രക്ഷപ്പെടുകയുള്ളൂ. അവർ രക്ഷപ്പെടും. അപ്പോൾ ഈ എനർജി കയറ്റി കൊണ്ടുവന്നാൽ, ഇപ്പം ഞാൻ അത് പറയുകയാണെങ്കിൽ, ഞാൻ ഈ ആൾക്കാരെ നോക്കിയിട്ടുള്ളതിൽ 20% എനർജി ഉള്ളവരുണ്ട്, 40% എനർജി ഉള്ളവരുണ്ട്.
60% എനർജി ഉള്ളവരുണ്ട്, 80% എനർജി ഉള്ളവരുണ്ട്, 80%-ത്തിന് മുകളിലുണ്ട്. അപ്പോൾ 5 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം. ഓക്കെ, തിരിക്കാം. ഇതിൽ 20% എനർജി ഉള്ളവരാണ് നമ്മൾ പറയാം പിച്ചക്കാർ, അന്നോടൊന്ന് കൂലിപ്പണി ചെയ്തിരിക്കുന്നവർക്ക്. അവർക്ക് വീടില്ല, കാറില്ല, മറ്റ് സമ്പാദ്യങ്ങളൊന്നും ഇല്ല, അവർ ജീവിക്കുന്നുണ്ട്. അവർ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും സുഖിച്ച് ജീവിക്കുന്ന അവരാണ്. 20%-ത്തിന് താഴെയുള്ളവർ, അവർക്ക് ഒരു പ്രാരാബ്ദവും ഇല്ല, അവരൊന്നും റിസ്ക് എടുക്കില്ല. ഒന്ന് പണി ചെയ്താൽ കിട്ടിയതിനും എല്ലാം കഴിച്ചാലായി, അല്ലെങ്കിൽ ബാക്കി കള്ള് ഷാപ്പിൽ കൊടുത്താലായി, അതിങ്ങനെ പോയി അവരങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. ചില ആൾക്കാർ ചിലപ്പോൾ 5%-ലോ 10%-ലോ കിടക്കും. ഇവർക്ക് 20% വരെ പോവാം. ഇവർ കിടക്കണ എവിടെയാണ്? 5%-ലോ 10%-ലോ കിടക്കുകയാണ്. കാരണം ചില നെഗറ്റീവ് ബാധിച്ചിട്ട് ഇവർക്ക് ചാർജ് ചെയ്ത് കൊടുക്കാൻ ആരുമില്ലാതെ, പറഞ്ഞു കൊടുക്കാനില്ലാതെ ഇവർ കയറാതിരിക്കും. ഇവരെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ 20% വരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിന് മുകളിൽ അവരെ കൊണ്ടുവരാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ എനർജി. 20 തൊട്ട് 40% വരെ ഉള്ളവരെയാണ് നമ്മൾ പറയുന്ന സാധാരണ ആൾക്കാർ. നമ്മളൊക്കെ പറയും അവർ സാധാരണക്കാരൻ, എന്തെങ്കിലും ഒരു ജോലി കാണും, അത്യാവശ്യം കയറിക്കിടക്കാടും അല്ല, ഒരു കയറിക്കിടക്കാടും കാണും, ചിലപ്പോൾ ഒരു അത്യാവശ്യം ഒരു ചെറിയ മാരുതി കാറ് കാണും. അപ്പം വെളിയിൽ നോക്കും അവൻ എല്ലാം ഉണ്ട്. യവനും ചിലപ്പം വീടാവാതെയും അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങാൻ പറ്റാതെയും സേവിങ് ഒന്നും ഇല്ലാതെ ഇരിക്കുന്നവനെ നമ്മൾ ക്ലിയർ ചെയ്തെടുത്താൽ യവന് 40% വരെ അവനെ കൊണ്ടുവരാൻ പറ്റും. 40% അവൻ മീഡിയം രീതിയിൽ അവന് ഒരു പട്ടിണിയൊന്നും ഇല്ലാതെ അത്യാവശ്യം സമൂഹത്തിൽ ജീവിച്ചു പോവാം. ഈ 40 തൊട്ട് 60% വരെ പറയുന്ന ആൾക്കാരാണ് നമ്മൾ പറയുന്ന ഇവിടുത്തെ വലിയ പണക്കാരന്മാർ. അത് ഇവിടത്തേക്കാ പണക്കാരന്മാർ നമ്മൾ പറയുന്നത്. അത് ഇപ്പോൾ ഈ ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ 2 പണക്കാരന്മാർ കാണും, അപ്പുറത്ത് ചെല്ലുമ്പോൾ കാണും. ഇവനെ ഇവിടെ മാത്രമേ അറിയാവൂ. അപ്പോൾ അവൻ പൈസക്കാരനാണ്. അവന് ചിലപ്പം 1-2 വീടും അതുപോലെ കാറും ബാക്കിയുള്ള സൗകര്യങ്ങളും ബാങ്ക് ബാലൻസും എല്ലാം കാണും. 60% വരെ. അപ്പോൾ അവൻ പണക്കാരനാണ്. അവൻ്റെ തലമുറയ്ക്ക് മിനിമം അടുത്തൊരു തലമുറയ്ക്കെങ്കിലും ജീവിക്കാനുള്ള സമ്പത്തുമുണ്ട്. അപ്പോൾ ഈ സമ്പത്തോട് കൂടിയാണ് 60% ചിലപ്പോൾ 40-45 അവൻ കിടക്കും. അവൻ നല്ലൊരു ഗ്രോത്തിൽ പോകാനുള്ളവനാണ്. അവൻ ഈ ഒരു വീടും ഒരു കാറും ഒക്കെ വെച്ച് ഇങ്ങനെ ഒതുങ്ങിക്കൂടി പോകും. അവൻ്റെ എനർജി നോക്കിയിട്ട്, അവൻ്റെ പോസിറ്റീവ് എനർജി നോക്കിയിട്ട് അവനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുത്താൽ അവൻ 60% വരെ പോകും. 60 തൊട്ട് 80 വയസ്സ് വരെ 80% വരെ വരണവരാണ് ശരിക്കും ഇന്ന് പറയണ വലിയ വലിയ പണക്കാരന്മാർ. അദാനി, അംബാനി, നമുക്കിവിടെ തന്നെ യൂസഫ് അലി, അതുപോലെ ഉള്ള ആളുകളെ എടുത്ത് നോക്കുമ്പോൾ വളരെ കുറച്ച് പേരെ കാണുള്ളൂ. 60 തൊട്ട് 80% വരെ അവരെ വലിയ ഇഷ്ടമാതിരിയുണ്ട്. അവരെ കൊണ്ട് ഒരുപാട് പേര് ജീവിക്കും. അവർക്ക് ലിമിറ്റില്ല. അവർ വിചാരിക്കണയൊക്കെ നടക്കും. ഈ 80-ന് മുകളിൽ 100-നകത്ത് വരണവർ പൈസയല്ല, അവർക്ക് പ്രശസ്തിയാണ്. അവരാണ് ഫേമസ് ആവണേ. ഇപ്പം നരേന്ദ്രമോദി, അദ്ദേഹത്തിന് കുറേ പണം ഉണ്ടോ, നരേന്ദ്രമോദിക്ക് എത്ര കോടി രൂപയുടെ ആസ്തിയുണ്ട് എന്നൊന്നും ആരും ചോദിക്കുന്നില്ല. അദ്ദേഹത്തിന് പ്രശസ്തി. അപ്പോൾ പൈസയ്ക്കൊപ്പം അവർക്ക് ബാക്കിയെല്ലാം. അപ്പോൾ പൈസ വേണ്ട, അവർക്ക് പ്രശസ്തി ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവർ അറിയപ്പെടും. ഈ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ പറഞ്ഞത് ഈ 80-ന് മുകളിൽ പോണവരല്ല, അവര് ലോകം അറിയും. ഇപ്പൊ മോഹൻലാലും മമ്മൂട്ടിയെ മലയാളികൾ, ലോകത്തുള്ള മലയാളിയൊക്കെ അറിയായിരിക്കും. മനസ്സിലായില്ലേ? മറ്റേ ചിലപ്പോൾ തമിഴന്മാർക്കോ ഇന്ത്യക്കാർക്കോ അറിയായിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പം ഏതെങ്കിലും ഇപ്പം ജപ്പാനിൽ പോയിട്ടോ അല്ലെങ്കിൽ മറ്റേ റഷ്യയിൽ പോയിട്ടോ എത്ര മോഹൻലാലിൻ്റെ പടം കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ റഷ്യക്കാർ കണ്ടു. ഒന്ന് റഷ്യക്കാർക്ക് ഇംഗ്ലീഷ് പോലും അറിഞ്ഞുകൂടാ. നരേന്ദ്രമോദി അറിയാം. അപ്പോൾ ഇങ്ങനെ ഇപ്പം അവിടുത്തെ റഷ്യൻ പ്രസിഡന്റിനെ അറിയാം, മറ്റേ അമേരിക്കൻ പ്രസിഡന്റിനെ അറിയാം. ഇവരൊക്കെ അങ്ങനെ. അപ്പോൾ അതിനൂടെ പൈസ ഉള്ളവരുണ്ടാവാം, പൈസ ഇല്ലാത്തവരുണ്ടാവാം. ഈ 80-ന് മുകളിലേക്ക് പോണവർ ഇവരെ നമ്മൾ ചിലപ്പം ഇപ്പം ഞാൻ നാളെ പിണറായി വിജയ സഖാവിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. അദ്ദേഹമൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ത്യ പ്രസിഡൻ്റ് ആകുമായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആകുമായിരുന്നു. അത്രയ്ക്ക് ഓറയായിട്ട് വന്നവനാണ്. അപ്പോൾ ഈ അവസരങ്ങളെ വേണ്ട രീതിയിൽ വിനിയോഗിച്ചില്ല, ആ ഓറെ ഡെവലപ്പ് ചെയ്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് 60-40 വരെ പോകാനുള്ളവർ 60 വരെ പോകാനുള്ള 40 കിടക്കും. ഇത് ഇവിടെ ഇരുന്നങ്ങ് തീർത്തങ്ങ് കളയാണ്. അപ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്തില്ല, പ്രകാശിപ്പിച്ചില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഒരാളുടെ. അപ്പം നമുക്കൊരാളിനെ കാണുമ്പോൾ, ഒരാളിനെ എടുക്കുമ്പോൾ, ഉദാഹരണം ഒരാളുടെ ജാതകം എടുക്കുമ്പോൾ, ഉദാഹരണം നമുക്കല്ലാതെ ഇപ്പോൾ ആളുകൾ എല്ലാവരെയും ഓറെ അളന്നുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. ഒരു ദിവസം എത്ര പേര് കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞാൽ അവരെല്ലാം നിങ്ങൾക്ക് എത്ര ശതമാനം ഓറയുണ്ട് എന്ന് നടക്കാനുള്ള പ്രത്യേക മിഷീനും ഇല്ല. പക്ഷെ നമുക്ക് അവരുടെ
കയ്യോ ജാതകമോ നോക്കുന്ന സമയത്ത് അവരിൽ എത്ര റേഞ്ച് വരെ പോകാൻ യോഗമുണ്ട്, ഇവർ 40-20 താഴെയുള്ളവരാണോ, 20-40 മുകളിൽ പോകാനുള്ളവരാണോ, അങ്ങനെ എത്രയോ പേരെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അവരെ ഇപ്പം രോഹിത്തിനെ നമ്മൾ നോക്കുമ്പം രോഹിത്ത് ഒരു യൂട്യൂബ് ചാനലുമായിട്ട് ഇരിക്കുന്ന ആളാണ്. ചിലപ്പോൾ ഒരു അറിയപ്പെടുന്ന ചാനലിൻ്റെ മുതലാളിയാവാൻ യോഗമുള്ളവനാണ്, ചാനൽ നടത്താൻ യോഗമുള്ളവനാണ്, പക്ഷേ ഇരിക്കുന്ന ഇവിടെയാണ്. ഇതിപ്പോൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞു കൊടുത്ത് വന്നാലേ നമ്മൾ ഉണരുകയുള്ളൂ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഉണരണം. ഉണർന്നതുകൊണ്ട് മാത്രവും ചാനലിൽ വളരൂല, നമുക്ക് യോഗം വേണം. അപ്പോൾ ഇത് നമുക്ക് വരുത്തിയെടുക്കുക. ഇത് ആരെങ്കിലും പറഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. പലരും ഇരുട്ടത്താണ്. അപ്പോൾ നമ്മൾ പറയണം, ഇപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ചെല്ലുമ്പോൾ അവിടുന്ന് ഹൈവേ ഉണ്ട്, പിന്നെ നിനക്ക് യഥേഷ്ടം ഓട്ടിച്ച് പോവാം എന്ന് പറഞ്ഞാൽ നമ്മൾ 1/2 കിലോമീറ്ററിലേ ഉള്ളൂ. ആ സന്തോഷത്തിൽ നമ്മൾ ഓടും. മറ്റൊന്ന് നോക്കുമ്പോൾ എല്ലായിടത്തും കട്ടർ റോഡ്, ഞാൻ ഓടുന്നില്ല എന്ന് പറഞ്ഞ് ഒതുങ്ങിയിരുന്ന് പോയി അവിടെ ജീവിതത്തിൽ ഇരുന്ന് പോകും. അപ്പോൾ ഇതിനാണ് മഹർഷിവര്യന്മാർ ഈ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ ശാസ്ത്രങ്ങൾ വെച്ചിട്ട് ആ ശാസ്ത്രത്തിൻ്റെ കൂടെ നമ്മളെ ശാസ്ത്രങ്ങളെല്ലാം വഴികാട്ടികളാണ്, ശാസ്ത്രങ്ങളെല്ലാം സത്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? ഇല്ലാത്തതിനെ അന്വേഷിച്ചടക്കുന്നതാണ് ശാസ്ത്രം, ഇന്നത്തെ ശാസ്ത്രം. നമ്മളെ ശാസ്ത്രം എന്ന് പറയുന്നത് ഉണ്ട്, അതിനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആചാര്യന്മാരെ മറിഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിനാണ് ഓരോ കാലഘട്ടങ്ങളിൽ ആചാര്യന്മാരിങ്ങനെ ഒരുപാട് പേരും പല മേഖലയിൽ. അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ശരിക്കും നരേന്ദ്രമോദിയെ കുറിച്ചാണ്. ഇപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്നത് അദ്ദേഹം ജനിച്ചപ്പോഴേ ഈ യോഗങ്ങളെന്ന് പറയുന്നത് ഈ കൊണ്ടുവരുന്ന പോസിറ്റീവ് എനർജിയും കൂടിയാണ്. ഓക്കെ, മനസ്സിലായല്ലേ? അദ്ദേഹം ജനിച്ചു വന്നപ്പോൾ കുറേ യോഗങ്ങൾ. ഒന്ന് അഖണ്ഡ സാമ്രാജ്യ യോഗം, ഒരു യോഗമാണ് അദ്ദേഹത്തിനുള്ള. അഖണ്ഡ സാമ്രാജ്യ യോഗമുണ്ട്, രുചക മഹായോഗമുണ്ട്. എന്ന് വെച്ചാൽ അഖണ്ഡ സാമ്രാജ്യ യോഗം ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടായിരുന്നെന്നാണ്. അപ്പോൾ ശ്രീകൃഷ്ണന് ഈ യോഗമാണ്. ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? ദുര്യോധനും ബാച്ചും എല്ലാം കൂടി ശരിക്കും പാണ്ഡവരുടെ ദൗത്യം, പാണ്ഡവരുടെ ദൂതനായിട്ട് വരെയാണ് എന്ന് നേരത്തെ അറിയിച്ചു. അപ്പം ദുര്യോധന എല്ലാവരോടെയും രാജാവല്ലി ആവശ്യപ്പെട്ടു, കൃഷ്ണൻ വരും, കൃഷ്ണനെ നമുക്ക് ഇവിടുന്ന് നാട്ടിച്ച് വളരെ ഇൻസൾട്ട് ചെയ്ത് നമുക്ക് ഇറക്കി വിടണം. അപ്പോൾ എല്ലാവരും സമ്മതിച്ചു, കാരണം രാജകൽപ്പനയാണ്. അപ്പോൾ അവിടുന്ന് കൃഷ്ണൻ വരെയാണ്. പതുക്കെ കൃഷ്ണൻ സദസ്സിലേക്ക് കയറി ആ ഹാളിലേക്ക്, യോഗ ഹാള് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ യോഗത്തിൻ്റെ ഹാള് ദൂരം വരുമ്പോഴേ കാണാം, പക്ഷേ ഹാളിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ പതുക്കെ ഓരോരുത്തരെ ഇദ്ദേഹം മൂവി അനുസരിച്ച് ആളുകൾ എണീറ്റ് തുടങ്ങി. അവസാനം ബാക്കിയുള്ള ഗുരുക്കന്മാർ വരെ എണീറ്റു, ഭീഷ്മാചാര്യർ വരെ എണീറ്റു. പതുക്കെ 4 വടം നോക്കിയിട്ട് ദുര്യോധനനും എണീറ്റ്. നമുക്ക് മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ശത്രുവിനെ മിത്രമാക്കാനുള്ള യോഗം. ഇതാണ് നരേന്ദ്രമോദിക്കുള്ള. ഏത് രാജ്യത്ത് പോയാലും, ശത്രു രാജ്യത്ത് പോയാലും അവസാനം നരേന്ദ്രമോദി അവൻ കെട്ടിപ്പിടിച്ചിട്ടേ വിടുകയുള്ളൂ. ഇത് ആ ആളിൽ നിൽക്കുന്ന പോസിറ്റീവ് എനർജിയാണ്. ഈ എനർജി പ്രകാശിക്കുകയാണ്. മറ്റ് നമ്മൾ ചിലപ്പം ചിലർ നീ നന്നായി വരും എന്ന് പറഞ്ഞാൽ അതോടുകൂടി അവൻ്റെ കാശ് തീരുമാനമാവും. ചിലരെ കണ്ടിട്ടില്ലേ? അനുഗ്രഹിച്ചാൽ മതി. പണ്ടൊക്കെ ഓരോരുത്തരെ അനുഗ്രഹിക്കും എന്ന് വെച്ചാൽ എൻപോലെ വാഴുക മക്കളെ, എൻപോലെ വാഴുക എന്ന് വെച്ചാൽ ഭാര്യ മരിച്ചിരിക്കുന്ന ഭർത്താവ് മരിച്ച ഭാര്യ, അവരൊക്കെ അനുഗ്രഹിക്കും. എൻപോലെ വാഴുക, കല്യാണം കഴിച്ചു വരുന്ന പിള്ളേരെ അനുഗ്രഹിക്കണേന്ന് എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞാണ്. അപ്പോൾ എൻപോലെ വാഴുക എന്ന് പറഞ്ഞാൽ അവരെ ചിരിച്ചുകൊണ്ട് പറയണമെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഈ ഇതുണ്ട്, വിഷമമുണ്ട്. ഒരാൾ നമുക്ക് കിട്ടാത്തത് വേറൊരാളിന് കിട്ടുന്നതിൽ ആർക്കും ഇഷ്ടമില്ല. അങ്ങനെ നരേന്ദ്രമോദിക്കുള്ളത് ഈ എനർജി അദ്ദേഹത്തിൽ ഇങ്ങനെ പ്രകടമായി എനർജി ഡെവലപ്പ് ചെയ്ത്, അത് പുള്ളി ഓരോ ദിവസവും യോഗയും മെഡിറ്റേഷനും ചെയ്ത് എത്ര തിരക്കിൻ്റെ ഇടയിലും 4 മണിക്കൂർ ഉറങ്ങിയാൽ പോലും അദ്ദേഹം നിത്യവും കയ്യിലിരിക്കുന്ന സാധനത്തിനെ കഴുകി വൃത്തിയാക്കി ആ ഓറയെ കുറച്ചുകൂടി പ്രകാശിപ്പിച്ച് കൊണ്ട് നടക്കുന്നതിൻ്റെ പവറാണ് അദ്ദേഹത്തിനെ. അദ്ദേഹത്തെ എവിടെയെങ്കിലും പോയി പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും കൊണ്ടേ പോവുള്ളൂ. കേരളത്തിൽ വന്ന് പ്രസംഗിച്ച് ഇവിടെ മറ്റേ 3 ലോക്കിട്ട് പൂട്ടി 4 ലോക്കിട്ട് പൂട്ടിയെങ്കിലും 3 പേരെയും കൊണ്ടുപോയി. ഒന്നുമില്ലെങ്കിലും ഇവിടെ കേരളം പോലെ ഒരു സ്ഥലത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ ലോട്ടറി അടിക്കും പോലെയാണ്. കാരണം ഇവിടെ എന്ന് വെച്ചാൽ ഒറ്റ കെട്ടായിട്ട് നിന്ന്
വലിയ ആളുകൾ നിന്ന് കളയും. അത്രയ്ക്ക് ഉള്ള സ്ഥലമാണ്. ബാക്കി സ്ഥലങ്ങൾ പോട്ട്. അപ്പോൾ അദ്ദേഹം തമ്പടിച്ച് നിന്നാണ് ഇപ്പം പശ്ചിമ ബംഗാളിൽ 3-2 ഭൂരിപക്ഷത്തോടുകൂടി കൊണ്ടുപോയി. അപ്പോൾ ഇത് എവിടെ ചെന്ന് കൈവച്ചാലും അദ്ദേഹത്തിൻ്റെ പ്രഭാവമാണ്, BJPയുടെ അല്ല. മനസ്സിലായി. ഞാൻ BJPയുടെ പ്രഭാവം എന്ന് പറയില്ല. BJPക്ക് എല്ലാ പാർട്ടിക്കും നല്ല ആദർശവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഏത് പാർട്ടിയാണ് മോശം? ഏറ്റവും നല്ല പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷെ ആദർശങ്ങൾ മാത്രം പോരല്ലോ, നടപ്പാക്കണ്ടേ? അപ്പോൾ ഈ ഒരു വ്യക്തി പോയി ഏത് സ്ഥലത്ത് പോയി പ്രസംഗിച്ചിട്ടുണ്ടോ, ഏത് സ്ഥലത്ത് പോയി ആഹ്വാനം ചെയ്തിട്ടുണ്ടോ, ഏത് രാജ്യത്ത് പോയി ചെയ്തിട്ടുണ്ടോ, അവർ നമുക്ക് അനുകൂലപ്രദമായി തീരും. അതാണ് അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് എനർജി. അപ്പോൾ ആ എനർജിയുടെ പവറാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. ആ വ്യക്തിയെ പേടിച്ചു, അയ്യോ ഇദ്ദേഹം പണ്ട് മഹാരാജാവിൻ്റെ കുടുംബത്തിൽ ജനിച്ചു, വലിയ പൈസക്കാരനെ ജനിച്ചു. അതൊന്നുമല്ല, അദ്ദേഹത്തിന് പൈസയില്ല, ഒന്നുമില്ല. എല്ലാവർക്കും അറിയാം ചായക്കച്ചവടക്കാരൻ്റെ മോനാണ് അദ്ദേഹം. ആശ്രമത്തിൽ ഹിമാലയത്തിൽ കുറേ കാലം കിടന്ന് ആശ്രമ ജീവിതം നയിച്ചവനാണ്. പിന്നെ സംഘപരിവാരത്തിനായിട്ട് ശരിക്കും കാര്യവാഹമായിട്ട് ഉള്ള വീടുകളും നാടുകളും മൊത്തം നടന്ന് കിട്ടുന്നിടത്ത് കിടന്ന് വളർന്ന ആളാണ്. പക്ഷെ അതിൽ നിൽക്കുന്ന ആ സമയത്തെല്ലാം അദ്ദേഹത്തിൽ നിന്ന എനർജി ഡെവലപ്പ് ചെയ്യായിരുന്നു, ഇല്ലാതെയൊക്കെയല്ല ചെയ്തത്. എനർജി ഓവറായപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഇതുപോലെ സ്ഥാനം കിട്ടിയാലേ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഈ രണ്ട് വ്യക്തികളെ സംബന്ധിച്ച് വന്ന കാര്യം.